Namaste, welcome to Annie's Kitchen and you're watching Annie's Kitchen with Annie. ഇന്ന് ചെയ്യാൻ പോകുന്ന റെസിപ്പി ഒരു ഫിഷ് കറിയാണ്. ഫിഷ് കറി എന്ന് പറയുമ്പോൾ മാൽവാനി ഫിഷ് കറിയാണ് ചെയ്യാൻ പോകുന്നത്. എനിക്ക് അത് മനസ്സിലാക്കിയിടത്തോളം കാലം എന്ത് മനസ്സിലായെന്നറിയാവോ? ആക്ച്വലി നമ്മുടെ തേങ്ങ അരച്ച മീൻകറിയില്ലേ, അതിൻ്റെ ഒരു വേറെ ഫാമിലിയിൽ പെട്ട ഒരു സാധനം. പക്ഷെ എക്സ്ട്രാ ചേർക്കുന്നത് ഈ സെഷ്വാൻ പെപ്പറാണ് ചേർക്കുന്നത്. അത് പക്ഷെ നമുക്ക് ആ പെപ്പറിൻ്റെ ടേസ്റ്റ് നമ്മൾ കേരളക്കാർക്ക് ഇഷ്ടപ്പെടുമോ എന്നുള്ളത് അറിയത്തില്ല. പക്ഷെ ഞാൻ അതിൻ്റെ ഒരു അറിവ് മാത്രമേ ഉള്ളൂ. ഈ അഭിപ്രായം എല്ലാവരും യോജിക്കണം എന്നില്ല. എല്ലാവർക്കും ചിലർക്കോ പിന്നെ ഞങ്ങൾക്കൊക്കെ അതൊക്കെ ഇഷ്ടമാണ് എന്ന് പറയുന്ന ആൾക്കാരും ഉണ്ട്. ഞാനിവിടെ എന്നാ ചെയ്യാൻ പോകുന്നത്, കുറച്ച് എന്താ പറയുക, കുരുമുളകാണ് ഇടാൻ പോകുന്നത്. വലിയ വ്യത്യാസമൊന്നും വരത്തില്ല, നമ്മൾ തേങ്ങ അരച്ച് മീൻകറി വെക്കുന്ന പോലെ ഉള്ളൂ. പക്ഷേ എന്നാലും ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് അറിഞ്ഞാലല്ലേ നമ്മുടെ തേങ്ങ അരച്ച മീൻകറിയും അല്ലെങ്കിൽ മാൽവാനി ഫിഷ് കറിയും തമ്മിലുള്ള വ്യത്യാസം എന്നാന്ന് അറിയത്തുള്ളൂ. ഇതിനകത്ത് ഈ പറഞ്ഞ പോലെ കടു വറക്കൽ അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല, ഡയറക്റ്റായിട്ടെല്ലാം ചെയ്യുന്ന. ഇനിയിപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇൻഗ്രീഡിയൻസ് എന്നാന്ന് വെച്ചാൽ പുതുമയായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് അങ്ങനെയൊന്നുമില്ല. ഇതിനകത്ത് വേണ്ടിയത് 1 കപ്പ് തേങ്ങയാ വേണ്ടേ, തേങ്ങ അരച്ചാ വെക്കുന്നത്. പിന്നെ വേണ്ടിയത് ഒരു വലിയ തക്കാളി, പിന്നെ ഒരു 3-4 വെളുത്തുള്ളി, ഇതിനകത്ത് ഇഞ്ചി ചേർക്കത്തില്ല. പിന്നെ വേണ്ടിയ കുറച്ച് പച്ചമല്ലിയ. ഇനിയിപ്പോൾ അതില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മല്ലിപ്പൊടി എടുത്താലും മതി. പിന്നെ വേണ്ടിയത് കുറച്ച് മഞ്ഞൾപ്പൊടി. ഇത് ഒന്നെങ്കിൽ നമുക്ക് കാശ്മീരി മുളക് എടുക്കാം, ഇത് സാധാ വറ്റൽമുളക് എടുത്തിരിക്കുന്നത്. അതല്ല എന്നുണ്ടെങ്കിൽ മുളക് പൊടി എടുക്കാം. ഞാൻ 2 ഓപ്ഷൻ ഇവിടെ വെച്ചിട്ടുണ്ട്. വേണ്ടേ, മുളകും എടുത്തു, മുളക് പൊടിയും എടുത്തു, ഏത് വേണമെങ്കിലും നമുക്ക് എടുക്കാം. പിന്നെ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ വെളുത്തുള്ളി അരയ്ക്കുന്നുണ്ട്, അത് പോരാതെ കുറച്ച് വെളുത്തുള്ളി നമുക്ക് വഴറ്റാനും കൂടെ ഇടണേ. പിന്നെ എടുത്തത് കുറച്ച് ചെറിയ ഉള്ളിയാ. ചെറിയ ഉള്ളി ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സവാള എടുക്കാം. ഇതേപോലെ കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞെടുക്കണേ. പിന്നെ ഉള്ളത് കൊടംപുളിയാ. പിന്നെ ഉള്ളതാ കുരുമുളക്. ഇത് പൊടിയാ, അതല്ലെങ്കിൽ തല്ലിയിടണം. കുരുമുളകായിട്ട് എടുത്തിട്ട് അതിനെ ചതച്ചിടണം. പിന്നെ ഉള്ളത് കുറച്ച് ഉപ്പ്. കറിവേപ്പില ഇടുകയില്ല, പക്ഷെ ഞാൻ ഇടുന്നു, അതാണ് വ്യത്യാസം. പിന്നെ എന്നാ കേരള മീൻകറിയും മാൽവാനി മീൻകറി നമ്മൾ എന്നാ വ്യത്യാസമൊന്നുമല്ലേ. പക്ഷെ എന്നാ ചെയ്യണം, മീൻകറിക്കൊക്കെ ഇച്ചിരി അത് അവർക്കറിയാൻ മേലാഞ്ഞിട്ടാന്നേ. കറിവേപ്പില ഇട്ടാൽ ഗുണമുണ്ടോ എന്നുള്ളത് അവർക്കറിയാൻ മേലാഞ്ഞിട്ടാ, നമുക്കറിയാമല്ലോ. അന്നേരം പിന്നെ ഇച്ചിരി എന്നാ പറയുക, വെളിച്ചെണ്ണയിലും വെച്ചേച്ച് കറിവേപ്പില ഇടാതെ തേങ്ങ അരച്ചെല്ലാം വെച്ചേച്ച് എന്നാ മീൻകറി, അത് അവർക്ക് ആ രുചി അറിയത്തില്ല. നമ്മളിപ്പോൾ ഇവിടെ ചെയ്തേച്ചാൽ നമ്മൾ അവരെ കാണിച്ചു കൊടുക്കണം ഇങ്ങനെയാ വെക്കണ്ടേന്നുള്ളത്. പിന്നെ ഞാൻ മേടിച്ചേക്കുന്ന കുറച്ച് നെമ്മീനാ. നെമ്മീൻ തന്നെ വെക്കണമെന്നൊന്നുമില്ല, പക്ഷെ നമുക്ക് ഗസ്റ്റൊക്കെ വരുമ്പോൾ വിളമ്പാനായിട്ട് എളുപ്പം ഇതാ. അല്ല മറ്റേതാ ഇഷ്ടമെങ്കിൽ അങ്ങനെ ചെയ്യാം. മീൻകറിക്ക് ഇന്ന കറിക്കകത്ത് വെക്കണമെന്നൊന്നും നിയമമൊന്നുമില്ല എന്നെ സംബന്ധിച്ച്. തീ കത്തിച്ചേച്ച് ഫസ്റ്റ് നമുക്കൊരു അരപ്പരയ്ക്കണം. അതിന് വേണ്ടിയ കാര്യങ്ങളാണ് വേണ്ടേ. 1 കപ്പ് തേങ്ങ, അതിൻ്റെ കൂട്ടത്തിൽ ഈ 1 തക്കാളി ഫുള്ള് അരിഞ്ഞിടാം. അതല്ല ഇതിൻ്റെ കൂടെ അരയ്ക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഒരു 2-3 വെളുത്തുള്ളി, മല്ലി ഈ പറഞ്ഞ പോലെ 1 ടീസ്പൂൺ അല്ല 1 ടേബിൾ സ്പൂൺ. പിന്നെ വേണ്ടത് ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടി, ഒന്നെങ്കിൽ വറ്റൽമുളക് അല്ലെന്നുണ്ടെങ്കിൽ മുളക് പൊടി, ഏതാ നമുക്ക് വേണ്ടെന്ന് വെച്ചാൽ ചെയ്താൽ മതി. നിറവും കിട്ടി എരിവും വേണ്ടാന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയത്തില്ലേ, ഒരു ബേഡഗി മുളകെന്നും പറഞ്ഞിട്ട് ഒരു മുളക് കിട്ടും, അത് ചെയ്താൽ നല്ലതാണ്. പക്ഷെ ഒരുപാട് വാങ്ങിച്ച് നമ്മുടെ ഈ ക്ലൈമറ്റിൽ അത് സൂക്ഷിക്കാൻ പാടില്ല. കാര്യം എന്താ വെച്ചാൽ പെട്ടെന്ന് അതിന് പൂത്തുപോയി നമുക്ക് ആ പൂപ്പൽ പോലെ വന്നില്ല എന്ന് ഉണ്ടെങ്കിൽ പോലും നമുക്ക് ആ കറിയുടെ സ്വാദിൽ കയ്പ്പ് വരും. അപ്പോൾ നമ്മുടെ ക്ലൈമറ്റിന് ആ മുളക് ഒത്തിരി നല്ലതല്ല. പക്ഷേ എരിവ് അധികം കൂട്ടാത്തയും ശീലിച്ചിട്ട് ആ മീൻകറിക്കൊക്കെ നിറമൊന്നും കിട്ടാത്ത ഒരു ഫീലിംഗ് നമുക്കാണെങ്കിൽ ഈ മുളക് ഉപയോഗിച്ചാൽ മതി. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ കുറച്ച് മുളക് പൊടിയാണ് ഉപയോഗിക്കുന്നത്. 1 സ്പൂൺ മുളക് പൊടി ഇട്ടിട്ട് ഒരു സമാധാനത്തിന് ഒരു 2 വറ്റൽമുളക്. ഇനി ഇത് നല്ല പേസ്റ്റ് പരുവത്തിന് അരച്ചെടുക്കണം. ഇത് അരയ്ക്കുന്ന സമയം വേറെ പണികളുണ്ട്. എന്നാന്നറിയാം, ചട്ടി ചൂടായി. ഇനി ഇങ്ങോട്ട് വെച്ചോണ്ടിരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ചട്ടി അങ്ങ് പൊട്ടും. അപ്പം എന്നാ ചെയ്യണ്ടേ, കുറച്ച് എണ്ണ ഒഴിച്ചേച്ച് വഴറ്റാനുള്ള സാധനങ്ങൾ ഇതിനകത്തോട്ട് ഇടാം.
ഇതിന് വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്, അതല്ല നമുക്ക് ഇഷ്ടമുള്ള ഉപയോഗിക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഏതെണ്ണയാണ് നമ്മൾ നിത്യം ഉപയോഗിക്കുന്നില്ലേ, ആ എണ്ണ ഉപയോഗിച്ചാലും മതി. ചട്ടി ചൂടായപ്പോൾ എണ്ണ ഒഴിച്ചു. എണ്ണ ഒഴിച്ചപ്പോൾ വേണ്ട എണ്ണ ചൂടായി. അപ്പം എണ്ണ ചെയ്യാൻ പോകുന്നത് കുറച്ച് വെളുത്തുള്ളി നമ്മൾ അരിഞ്ഞതില്ലേ അതിനകത്തോട് ചേർക്കാൻ പോവാം. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ മുരിയാനുള്ള സാധനമാണ് വേണ്ടേ. ചെറിയ ഉള്ളിയോ സവാളയോ ഏതാ നമുക്ക് എളുപ്പമെന്ന് വെച്ചാൽ അതായിരിക്കാം. ചെറിയ ഉള്ളിയാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് കൂടും. നല്ല ബ്രൗൺ നിറം ആവുന്നിടം വരെ നല്ലോണം വഴറ്റിയെടുക്കാം. ഇത് വഴറ്റി വരുന്ന സമയം കൊണ്ട് അരപ്പ് അരച്ചെടുക്കാവേ. ഓക്കെ, നമ്മുടെ ഉള്ളി നല്ലോണം ഒന്ന് മൂത്തു. അതായത് ഇത്രയും മതി, മൂത്താൽ മതി, ഒരുപാട് വേണ്ട. നമ്മുടെ ഈ അരപ്പ് കണ്ടോ നല്ല മഷി പോലെ അരഞ്ഞിട്ടുമുണ്ട്. എന്നുവെച്ചാൽ ഇതിനെ എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ ഈ അരപ്പിനെ നമ്മൾ ഈ ഉള്ളി വഴറ്റിയതിനകത്തോട്ട് ഇടുക. എന്നുവെച്ചേ ആ വെള്ളത്തിൻ്റെ കണ്ടന്റ് എല്ലാം ഒന്ന് പോയി എണ്ണയൊന്ന് തെളിയണം. അതാന്നു അതിൻ്റെ ആ പരിവം. ഞാൻ ആ മിക്സി അങ്ങോട്ട് കഴുകാതെ മാറ്റി വെച്ച എന്നാന്നോ അതിനകത്ത് നിന്ന് ആ വെള്ളം എടുക്കണം. അതായത് ആ അരപ്പ് കഴുകിയ വെള്ളമില്ലേ, അന്നേരം ആ വെള്ളം വേണം. ഇതൊന്ന് എണ്ണ തെളിയുന്നിടം വരെ ഇതിനകത്തൊന്ന് കിടന്നോട്ടെ. ഈ സമയത്ത് ഞാൻ ഒരു ഇച്ചിരി ഉപ്പിടുക, അരപ്പിനകത്തോട്ട് വേണ്ടിയ ഉപ്പ്. മല്ലിയും മുളകും തേങ്ങ അരച്ച മണവും ഒക്കെ വരുമ്പോൾ ഒരു ഇച്ചിരി കറിവേപ്പിലൊന്നും ഇടാനായിട്ട് അവരിടുകയല്ല. പക്ഷെ ഞാൻ പറയുക നമ്മളിതൊക്കെ ഇട്ട് അവരെ കാണിക്കണം, നിങ്ങളുടെ കറിയിൽ ഇതൊക്കെ ചേർക്കുവാന്നേൽ നല്ല ടേസ്റ്റാണ്. ഈ അരപ്പായോ എന്ന് അറിയുന്ന പരുവ് എങ്ങനെയാണെന്നറിയാവോ? ഈ വെള്ളം എല്ലാം വറ്റിയേച്ച് ഇങ്ങനെ ഒത്തിരി ഡ്രൈ ആവും. ആ സമയത്ത് അടുത്ത് നമ്മൾ വെള്ളം ഒഴിക്കാനുള്ളത്. അരപ്പിന്റെ മൂപ്പ് വേവ് അങ്ങനെ ഒന്നും അറിയാൻ മേലെങ്കിൽ മനസ്സിലാക്കുന്ന ഒരു രീതിയാത്. ഞാനങ്ങനെ പഠിച്ചേ. അപ്പൊ അതിന്റെ പച്ചച്ചൊവ്വ അതെല്ലാം ഒന്ന് മാറും. അപ്പൊ നമുക്ക് അടുത്ത വെള്ളം ഒഴിക്കുമ്പോൾ മീൻ ഇടുമ്പോഴൊക്കെ ആ ഒരു തേങ്ങയുടെയും അരപ്പിന്റെയും ഒക്കെ ഒരു പച്ചച്ചൊവ്വയുണ്ടല്ലോ, അതൊന്ന് മാറിക്കിട്ടുകയും ചെയ്യും. തേങ്ങയുടെ കൂടെ തക്കാളി അരച്ചിട്ടുണ്ട്. അപ്പൊ പുളി ചേർക്കുമ്പോൾ വാളംപുളിയെക്കാട്ടിലും കുറച്ച് പുളി കൂടുതലാണ് കൊടംപുളിക്ക്. അപ്പൊ ഈ കൊടംപുളി ചേർക്കുമ്പോൾ കൊടംപുളിയിലും ശ്രദ്ധിക്കേണ്ട എന്നാന്ന് വെച്ചാൽ ചില പുളികൾക്ക് ഭയങ്കര പുളിയാ. അപ്പൊ കഷ്ണം ചേർക്കുമ്പോൾ അത് നോക്കി കണ്ട് വേണം ചേർക്കാൻ. ആദ്യം നമ്മളിപ്പോൾ ഞാനിവിടെ കൊടംപുളി വെള്ളത്തിലല്ലേ ഇട്ട് വെച്ചേക്കുന്നത്, ആദ്യം വെള്ളം ചേർക്കുക, എന്നിട്ടൊന്ന് പുളി നോക്കിയതിന് ശേഷം ഒരു കഷ്ണം ചേർത്താൽ മതി. അതല്ല ഡയറക്റ്റ് ഇടുന്ന ആൾക്കാരാണെങ്കിൽ വലിയൊരു കഷ്ണം ഇട്ട് അത് തിളച്ചതിന് ശേഷം മാത്രം ഉപ്പും പുളി എരിവും ഒക്കെ ഇറങ്ങിയതിന് ശേഷം മാത്രമേ അടുത്ത കഷ്ണം വേണ്ടിയതിടാവുള്ളൂ. ഇതേണ്ടേ നമ്മുടെ അരപ്പ് കംപ്ലീറ്റ്ലി ഡ്രൈ ആയി. അപ്പൊ ഈ സമയത്ത് ഞാൻ നമ്മുടെ കൊടംപുളി ഇതിനകത്തോട്ട് ചേർക്കുക. ഇതേണ്ടേ ഞാൻ പറഞ്ഞ പോലെ ആദ്യം വെള്ളം ചേർക്കുക. വെള്ളം ചേർത്ത് ആ പുളിയുടെ വെള്ളത്തിനകത്ത് പുളി ആ അരപ്പിന് മൊത്തമായിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ വേറെ കഷ്ണം ഞാൻ ചേർക്കുകയില്ല. അഥവാ പുളി കുറവാന്നേ മാത്രം.
ഒരു എന്താ പറയുക, എൻ്റെ ഗ്രേവിയുടെ തിക്നെസ് നോക്കുമ്പോൾ തിക്നെസ് കുറവൊന്നുമില്ല. എന്നാൽ നമുക്കൊരു കാര്യം അറിയേണ്ടതെന്നറിയാവോ, നമ്മൾ മീൻ ചേർക്കുമ്പോൾ മീനിനകത്ത് നിന്നും കുറച്ച് വെള്ളം ഇറങ്ങും. അപ്പോൾ മീനിനധികം വേവില്ല, നോക്കിയേച്ച് വേണം നമ്മൾ വെള്ളം ചേർക്കാനായിട്ട്. മാൽവാനി ഫിഷ് കറിക്കകത്താണെങ്കിൽ നമ്മൾ വീട്ടിലൊക്കെ ചെയ്യുന്ന പോലെ കുറച്ച് കട്ടി മീൻകറി അല്ല, കുറച്ച് ലൂസാണ്. അപ്പം ആ ലൂസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇട്ടാൽ മതി, ഇല്ലെന്നുണ്ടെങ്കിൽ സെയിം നമുക്ക് ഇഷ്ടമുള്ള ഗ്രേവിയുടെ ഒരു കൺസിസ്റ്റൻസി നമുക്കറിയാമല്ലോ, അത് അങ്ങ് ചെയ്തേച്ചാൽ മതി. ഇനി വെള്ളം ഒഴിച്ചു കഴിഞ്ഞു. ഇനിയാണ് ഞാൻ പറഞ്ഞ സെഷ്വാൻ പെപ്പർ എന്നും പറഞ്ഞിട്ടൊരു കുരുമുളകുണ്ട്. ആ കുരുമുളകാണ് അവർ ഏറ്റവും കൂടുതൽ ഈ ഒരു കറി വെക്കുമ്പോൾ ഇടുന്നത്. ഞാനത് ഇട്ട് വെച്ചപ്പോൾ എനിക്കത് അത്രയും പിടിച്ചില്ല, അതിന് ടേസ്റ്റ് എനിക്കിഷ്ടപ്പെട്ടില്ല. പേഴ്സണലി ഞാൻ പറയുക, ഇതെല്ലാവർക്കും ആവണം എന്നില്ല. ഇടുവാണെങ്കിൽ അവരുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ആ സെഷ്വാൻ പെപ്പർ 1-2 എണ്ണം അങ്ങനെ ഇടുക. പിന്നെ ഒരു 2-3 എണ്ണം എടുത്ത് മിക്സിയിലൊന്ന് അടിച്ച് വെച്ച് അതിൻ്റെ ഒരു ഫ്ലേവറും ഇതെല്ലാം കുറച്ച് വെള്ളം ഒഴിച്ച് വേണം അടിക്കാൻ. അതിൻ്റെ ഫ്ലേവർ എല്ലാം വെള്ളത്തിൽ ഇറങ്ങുമല്ലോ, അന്നേരം അതും ഇങ്ങോട്ട് ഊറ്റിനകത്തോട്ട് ഒഴിച്ച് വെച്ചാൽ മതി ഗ്രേവിയുടെ കൂടെ. അപ്പോൾ നമ്മുടെ ഗ്രേവി നല്ലതായിട്ട് തിളച്ചു. ഈ സമയത്ത് ഞാൻ ഇത്രയും നേരം പ്രസംഗിച്ച നമ്മുടെ സെഷ്വാൻ പെപ്പർ ഇടാനുള്ളത്. പക്ഷേ പേഴ്സണലി ഞാൻ പറയാം, നമ്മുടെ കുരുമുളക് തന്നെയാണ് ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ഞാനൊരു ഇച്ചിരി പൊടി ഇടുവാണേ. മേ ബി ആ സെഷ്വാൻ പെപ്പർ ഇടുമ്പോഴായിരിക്കും അതിൻ്റെ ആ വ്യത്യാസം വരുന്നത്. ഇട്ടോളൂ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്നാലും നമുക്ക് ഈ പറഞ്ഞ പോലെ അതിൻ്റെ ടേസ്റ്റ് എന്നാന്ന് അറിയണ്ടേ. പിന്നെ ഇവിടെ ഞാൻ ആ പരീക്ഷണം എടുക്കാത്ത എന്നാന്ന് വെച്ചാൽ, ചിലപ്പോൾ നമ്മുടെ ഗസ്റ്റ് വരുമ്പോഴത്തേനും അത് കൊടുക്കുമ്പോൾ അവർക്കും ചിലപ്പോൾ എന്നെ പോലെ ആ ഒരു പെപ്പറിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്നൊക്കെ ഒരു അനാവശ്യ ചിന്ത ആയിരിക്കാം. പക്ഷെ എന്നാലും അങ്ങനെ ഒരു ടു കോൺഷ്യസ്, അതുകൊണ്ട് മാത്രം കേട്ടോ ഇടാത്തത്. പിന്നെ ഇനിയിപ്പോൾ ദേ വെട്ടി തിളച്ചു. ഞാൻ ആ മീൻ ഒന്നിട്ടേച്ച് ബാക്കി പറയാം. ഇനി ഇതിൻ്റെ പരുവ് എന്നാന്ന് വെച്ചാൽ, പ്രത്യേകിച്ച് പരുവൊന്നുമില്ല. നിറച്ച് കറിവേപ്പില ഇടുക, പുളിയൊന്ന് നോക്കുക, ഉപ്പൊന്ന് നോക്കുക, ഇതെല്ലാം ചെയ്യുക. എന്നിട്ട് ഗ്രേവിയുടെ അളവ് നമ്മൾ എപ്പോഴും നമ്മുടെ ഇഷ്ടാനുസരിച്ച് നോക്കിയാൽ മതി. മാൽവാനി ഫിഷ് കറിയൊക്കെ വെക്കാൻ കാര്യം എന്താണെന്നറിയോ, നമ്മുടെ ഫസ്റ്റ് സീസണിൽ വന്നിട്ടുണ്ട്. പക്ഷേ ഈ സീസണിലും നമ്മുടെ പ്രിയപ്പെട്ട എന്താ പറയുക MLA യു പ്രതിഭ ആണ് നമ്മുടെ ആനീസ് കിച്ചണിൽ വരാൻ പോകുന്നത്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പം ഒരുപാട് വിശേഷങ്ങൾ പറഞ്ഞു. പക്ഷേ എന്താ പറയുക, എത്ര ദിവസം മാറിയില്ലേ അല്ലേ. അപ്പോൾ വിശേഷങ്ങൾ അപ്ഡേറ്റഡ് ആവണം എന്നുണ്ടെങ്കിൽ നമ്മൾ അവരുമായിട്ട് വർത്താനം പറഞ്ഞാലും നമ്മുടെ വിശേഷങ്ങൾ അവരുമായിട്ടും അവരുടെ വിശേഷങ്ങൾ നമ്മളുമായിട്ട് പങ്കുവെച്ചാൽ മാത്രമേ നമ്മൾ എപ്പോഴും അപ്ഡേറ്റഡ് ആവുള്ളൂ. അതിനെക്കാട്ടിലും നമുക്ക് വിശേഷങ്ങൾ പറഞ്ഞ് സന്തോഷിച്ച് കൊത്തുവർത്താനമൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ അതിനെക്കാട്ടിലും വലിയൊരു സന്തോഷമുണ്ട് അല്ലേ. അതാണ് എപ്പോഴും വേണ്ടത്. ഏതൊരു വീട്ടിലും അടുക്കളയാണ് ഏറ്റവും മനസ്സ് തുറക്കാൻ പറ്റുന്ന സ്ഥലം, അല്ലെങ്കിൽ ഡൈനിങ് ആണ് ഏറ്റവും മനസ്സ് തുറക്കാൻ പറ്റുന്ന സ്ഥലം എന്നൊക്കെ പറയും. കുടുംബമായിട്ടിരുന്ന് ചർച്ച ചെയ്ത് ഏറ്റക്കുറച്ചുകൾ പറഞ്ഞും തീർത്തും ഒക്കെ ഇരിക്കാൻ ഏറ്റവും നല്ല സ്ഥലം അടുക്കളയും ഡൈനിങ്ങുമാണ് എൻ്റെ കാഴ്ചപ്പാടിൽ. എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പക്ഷേ ഈ കാഴ്ചപ്പാടുകളെല്ലാം നമുക്ക് പ്രതിഭയായിട്ട് പങ്കുവെക്കണമെങ്കിൽ മീൻ വേവണം അല്ലേ. നമസ്തേ ആൻഡ് ഹാർട്ടി വെൽക്കം ടു മൈ ഷോ ആഫ്റ്റർ എ ലോങ് ടൈം അല്ലേ. നമ്മൾ കണ്ടിട്ട് കുറേ നാളായി. പക്ഷേ TV കൂടെ മീഡിയാസിൽ കൂടെ ഞാൻ ഒത്തിരി വിശേഷങ്ങളൊക്കെ അറിയുന്നുണ്ട്. ഭയങ്കര സന്തോഷം. അന്ന് കണ്ട ടച്ച് വുഡ് അതുപോലെ തന്നെ ഇരിക്കുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ വർക്ക് പോലെ ഭയങ്കര ബോൾഡ്, അതൊക്കെ സംസാരത്തിൽ മാത്രം കുറച്ച് സോഫ്റ്റാണ്, അത്രേ ഉള്ളൂ വർത്താനം പറയുമ്പോൾ. പക്ഷെ പറയേണ്ടതൊക്കെ ഭയങ്കര ഷാർപ്പായിട്ടും പോയിന്റായിട്ടും പറയുന്നുണ്ട് അല്ലേ. പക്ഷെ ഞങ്ങളിപ്പോൾ അവിടെ നിൽക്കുക, അങ്ങനെ പറയാൻ പറ്റത്തില്ല, അപ്ഡേറ്റഡ് ആണ്. പക്ഷെ എന്നാലും മാമിൻ്റെ അടുത്ത് നിന്ന് കേൾക്കുമ്പോൾ ഒരു സന്തോഷം. എങ്ങനെയുണ്ട് മാം പുതിയ അവിടെ നിന്ന് ഇങ്ങോട്ടുള്ളൊരു ജേണി? MLA ആയിട്ട് ഇപ്പോൾ ഒരു 2ാമത്തെ ടൈം വന്നു.
ഒരുപാട് കാര്യങ്ങൾ നാട്ടിൽ ചെയ്യാൻ കഴിഞ്ഞു, സന്തോഷമാണ്. പിന്നെ നമ്മൾ ഇപ്പം ബോൾഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വർത്തമാനത്തിൽ അല്ലല്ലോ, നമ്മുടെ സിറ്റുവേഷൻ മാത്രം ബോൾഡ് ആവുക എന്നുള്ള പോളിസിക്കാരിയാണ് ഞാൻ. എപ്പോഴും നമ്മൾ ബോൾഡായിട്ട് നടക്കണം അങ്ങനെയില്ല അല്ലേ, നമ്മളെല്ലാം ഏകദേശം ഒരുപോലെ തന്നെ സംസാരിക്കാറുണ്ട് പലപ്പോഴും. അപ്പം നമുക്കൊരു സിറ്റുവേഷനിൽ നമ്മൾ ശക്തരാവേണ്ട സിറ്റുവേഷൻ നമ്മൾ ശക്തനാവണം. അല്ലാത്ത സമയത്തൊക്കെ ബേസിക്കലി ഒരു സ്ത്രീ സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന ഇഷ്ടപ്പെടുന്ന ആളാണ് ഞാൻ. സത്യം, സ്ത്രീയുടെ ബേസിക് രൂപത്തിൽ എന്ന് പറഞ്ഞ ഒരു സോഫ്റ്റ്നെസ് ഉണ്ട്. ദാറ്റ് ഈസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ മെൻ ആൻഡ് വിമൺ എന്നാണ് വിശ്വസിക്കുന്നത്. പുരുഷൻ എപ്പോഴും നോർമലി അത് ഫിഗർ തന്നെ അങ്ങനെയാണല്ലോ, നമ്മൾ സ്ത്രീകളെ അങ്ങനെയല്ല, കുറച്ച് സോഫ്റ്റ് ആയിട്ടാ സൃഷ്ടിച്ചത്, കുറച്ച് ഒതുക്കമുണ്ട്. സത്യമാണ് മാമിന് പറഞ്ഞ സത്യമാണ്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. ശരിയല്ലേ, നമ്മൾ ആ സാഹചര്യം അനുസരിച്ച് നമ്മൾ അതെങ്ങനെ പെരുമാറുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ, അല്ലാതെ എപ്പോഴും ഇത് തന്നെയാണെന്ന് കാണിക്കേണ്ട കാര്യം അങ്ങനെയൊന്നുമില്ല അല്ലേ. സത്യം. പിന്നെ ഇപ്പം എങ്ങനെ ഇലക്ഷനൊക്കെ നടക്കുക, അപ്പം അതിൻ്റെ ഒരു തിരക്കും ഒക്കെ ആയിരിക്കും മാമിന് അല്ലേ? നല്ല തിരക്കാ. എന്താണ് മാം ഇപ്പം ഇലക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ആ തിരിച്ച സ്ഥാനത്തേക്ക് വരണം, അതിന്റെ ഒരു പ്രയത്നമുണ്ട്. അങ്ങനെയാണെങ്കിലും ഒരു വിഷൻ പോലെ എങ്കിലും മാം കണ്ടിട്ടുണ്ടോ? നെക്സ്റ്റ് ഞാൻ ഇതായി കഴിഞ്ഞാൽ വാട്ട് ഐ വിൽ ഡു? ഡെഫിനറ്റ്ലി. കാരണം ജനങ്ങളോടൊപ്പം ഇങ്ങനെ ചേർന്ന് പോകുന്ന ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. ജനങ്ങളിൽ ഒരാളാണ്, അതാണ് രസവും പാഷനും അത് തന്നെയാണ്. പിന്നെ ഇലക്ഷൻ മാത്രമല്ല, ഇലക്ഷൻ അല്ലാത്തപ്പോഴും ഒരു 12 hours ഡെയിലി മണ്ഡലത്തിലുള്ള ദിവസം വർക്ക് ചെയ്യുന്നവരാ. 12 hours, രാവിലെ 9 മണിക്ക് തുടങ്ങിയ രാത്രി 9 മണി കഴിയും പലപ്പോഴും അന്നത്തെ പ്രോഗ്രാംസ് തീരാനായിട്ട്. ഉച്ചയ്ക്ക് ഒരു ലഞ്ചിന് ചിലപ്പോൾ അതും താമസിക്കും. ആ ഒരു റുട്ടീനിൽ പോകുന്ന, അപ്പം അതൊക്കെ അങ്ങ് ശീലമായി. പിന്നെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിൽ ഒത്തിരി മുന്നിലാവാൻ നമ്മുടെ മണ്ഡലത്തിന് കഴിഞ്ഞിട്ടുണ്ട്. സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. ഒരു 25 സ്കൂൾ കെട്ടിടം ഈ 10 വർഷം കൊണ്ട് പുതിയതായിട്ട് പണിത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഹൈടെക് ലാബ് സംവിധാനങ്ങൾ, പിന്നെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരുപാട് പല സ്ഥലങ്ങളിലും റെസ്റ്റ് റൂംസ്. പിന്നെ ഇപ്പോൾ എനിക്ക് ഏറ്റവും സന്തോഷം എൻ്റെ KSRTC 50-60 വർഷത്തെ പരിശ്രമമാണെന്ന് പറയുന്ന കേൾക്കാം. ഞാൻ മറ്റേ 10 years ആയിട്ട് പരിശ്രമിക്കുന്നുണ്ട്. മനോഹരമായ ഒരു ബിൽഡിംഗ് കായംകുളത്ത് KSRTCയുടെ പണി തുടങ്ങി, കോട്ട് കോംപ്ലക്സ് പണി കഴിഞ്ഞു, മനോഹരമായ പാലങ്ങളൊക്കെ. ശരിക്കും നമ്മുടെ മുമ്പിൽ ആ ഡെവലപ്മെന്റ്സ് കാണുമ്പോൾ ഭയങ്കര സന്തോഷവും തൃപ്തിയാ അല്ലേ? ജസ്റ്റ് ലൈക്ക് ഒരു കുഞ്ഞ് ജനിക്കുന്ന പോലെ ഒരു ജനപ്രതിനിധിക്ക് ഒരു ഡെവലപ്മെന്റ് വർക്ക് കംപ്ലീറ്റ് ചെയ്ത് നാടിന് സമർപ്പിക്കുന്നത്. ഇത് അതിന്റെ അത്രയും പെയിനും ഉണ്ട്. ഇപ്പൊ നമ്മളൊരു വർക്ക് എടുക്കുമ്പം ആ വർക്ക് എടുത്ത കോൺട്രാക്ടർ എന്തെങ്കിലും ഉഴപ്പിയാൽ ആ വർക്ക് അവിടെ കിടക്കും. പിന്നെ നമ്മൾ അനുഭവിക്കുന്ന മെന്റൽ സ്ട്രെയിൻ, എനിക്കത് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത അത്ര മെന്റൽ സ്ട്രെയിൻ ആണ്. വർക്ക് പ്രഷർ, എത്ര പ്രഷർ വന്നാലും ഞാൻ പെട്ടെന്ന് രക്ഷപ്പെടും. ഒരു പാട്ട് കേട്ടാൽ എനിക്ക് ഓക്കെ, റിലാക്സ്ഡ് ആവും. എനിക്ക് ഏറ്റവും എനിക്ക് തോന്നുന്നു ഒരു ക്യൂറിങ്, എന്തിനേയും ക്യൂർ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം മ്യൂസിക്കാൻ തോന്നും. പിന്നെ ഒരു നല്ല പ്രസംഗം നടത്താൻ പോകണമെങ്കിൽ ഒരു പാട്ട് കേട്ടിട്ട് പോകും. അപ്പൊ നമുക്ക് നല്ല പോയിന്റ്സ് ഒക്കെ ഇങ്ങനെ നമുക്ക് റിലാക്സ് ചെയ്തിരിക്കുന്ന സമയത്ത് നമുക്ക് തിങ്ക് ചെയ്യാനുള്ള ഡെപ്പോസിറ്റഡ് ആയിരിക്കുമല്ലോ വേർഡ്സ് ഒക്കെ. എക്സ്പീരിയൻസ് 10-20 വർഷത്തെ എക്സ്പീരിയൻസ് ആകുമ്പോൾ നമുക്ക് ആ ഡെപ്പോസിറ്റഡ് വേർഡ്സ് ആയിരിക്കും. അപ്പൊ അത് നമുക്ക് ആ ഇത് കഴിയുമ്പം കറക്റ്റായിട്ട് ഇങ്ങനെ വരും. അപ്പൊ അത് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആണ്. പിന്നെ നിയമസഭ സാമാജിക നിലയിൽ ഹാപ്പിയാ, അവിടെ നല്ല ആക്റ്റീവായിട്ട്. ഇപ്പം ഇവൻ അമൃത ടിവിന്റെ തന്നെ ഷോ ഒക്കെ വന്നപ്പം അത്ര പാട്ടൊന്നും പാടാറിയത് ഞാനും ഞങ്ങൾക്ക് വേണ്ടി പാടണേ, ഇവിടെയും പാടിത്തരണേ. അത് ഞങ്ങൾ എന്തായാലും പാടിക്കാതെ വിടും. 17 വർഷമായില്ലേ ഷോ, മുന്നോട്ട് പോകണ്ടേ ഇനി? അതല്ല മാം വന്ന് പാടിയ എന്റെ ഷോ നിൽക്കത്തില്ല. എന്റെ പ്രേക്ഷകർ പറയും അയ്യോ അത് കേൾക്കാൻ നല്ല രസമായിരുന്നല്ലോ എന്ന് പറയും. ആനീസ് കിച്ചണിൽ കൂടെ അത് കേൾക്കാൻ പറ്റിയല്ലോ എന്നേ പറയത്തുള്ളൂ, വേറെ എവിടെയും പറയത്തില്ല. അല്ല ശരിക്കും മാമിന്റെ ഇപ്പൊ ഈ സ്ട്രഗിൾ പെയിൻ എല്ലാം ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾ അത് ഒരു ആസ് എൻ MLA, പക്ഷെ ഇതിനകത്ത് രാഷ്ട്രീയത്തിൽ നമ്മളൊരു സ്ത്രീക്ക് വരുന്ന ഒരു വെല്ലുവിളി അല്ലെ ചാലഞ്ചസ് ഒക്കെ എന്തായിരിക്കും? അങ്ങനെ ഉണ്ടോ? ഈ കാലത്ത് സ്ത്രീക്കും പുരുഷനും ഒക്കെ ചാലഞ്ചസ് ആണ്. കാരണം ഈ സോഷ്യൽ മീഡിയയുടെ അതിപ്രസരം, ആർക്കും ആരെയും എന്തും പറയാം എന്നുള്ള, അതായത് ഒരു കടിഞ്ഞാണും ഇല്ലല്ലോ. പിന്നെ ഈ ഫേസ് ഇല്ലാതെ വന്നിരിക്കുന്നവർ, ഫേസ് ഇല്ല, പിന്നെ അവരവരുടെ പ്രൊഫൈൽ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ട് ആൾക്കാരെ ചീത്ത വിളിക്കുന്നത്, അങ്ങനെയൊക്കെ ഒത്തിരി പേരുണ്ട്. പിന്നെ അവർക്ക് പറയേണ്ടത് പലരിലൂടെ പറയിപ്പിക്കാൻ ശ്രമിക്കുന്നവർ, ഇതെല്ലാം നമ്മളെ സംബന്ധിച്ച്. പിന്നെ നല്ലത് പറയുന്നതിനേക്കാൾ കൂടുതൽ മോശം ക്യാമ്പയിൻ ഉണ്ടാക്കി, നെഗറ്റീവ് ക്യാമ്പയിൻ, നെഗറ്റീവ് പബ്ലിസിറ്റി ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്, അതൊക്കെ ഈ കാലത്ത് പൊളിറ്റീഷ്യൻസ് അല്ല എല്ലാ മേഖലയിലുള്ള മനുഷ്യർ അനുഭവിക്കുന്ന ഒരു പ്രശ്നം തന്നെയാണ്. അതിനൊക്കെ ഒരു കൺട്രോളൊക്കെ വരുന്നത് നല്ലതാണ്. നമുക്കതൊരു നിയമം പോലെ ആക്കുവോ, അല്ലെങ്കിൽ ഒരാളെ ഒരു മാനസികമായിട്ട് തകർക്കുക എന്ന് പറയുന്നത് സംതിങ് ഡെഫിനറ്റ്ലി. ഇപ്പം നമ്മൾ നോക്കുമ്പോൾ ഇപ്പം കേരളത്തിലെ CM-നെ അടക്കം ചില സമയത്ത് സോഷ്യൽ മീഡിയയിലൂടെ അറ്റാക്ക് ചെയ്യുന്ന കാണുമ്പോൾ നമുക്ക് സങ്കടം വരും. കാരണം അവരൊക്കെ ബോൾഡായിട്ടുള്ള മനുഷ്യരാണ്, പക്ഷേ അവരുടെ വീട്ടിലും മനുഷ്യരില്ലേ, കൊച്ചുകുട്ടികളില്ലേ, കാണില്ലേ, ഇതൊക്കെ ഞാൻ ചിന്തിക്കാറുണ്ട്. നമ്മളെയൊക്കെ തന്നെ അങ്ങനെ പലപ്പോഴും അറ്റാക്ക്, പക്ഷെ അതാരും ജെനുവിനായ മുഖമുള്ള മനുഷ്യരല്ല, അതൊക്കെ ഇൻവിസിബിൾ ആണ്.
അപ്പോൾ ഇൻവിസിബിളിനെ നമ്മൾ നോക്കണോ വേണ്ടയോ എന്നൊരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. വേണമെങ്കിൽ നമുക്ക് ലീവ് ഇറ്റ് പോട്ടെ എന്ന് കരുതാം, അല്ലെങ്കിൽ നമുക്ക് അവരോട് കേട്ടോട്ട് പറയാം. നമ്മളെല്ലാം ഇങ്ങനെ പോട്ടെ എന്ന് വെക്കുമ്പോഴല്ലേ അവർക്ക് അതിനൊരു ഇത് കൂടുന്നത്, പ്രോത്സാഹനം കൂടുന്നത്. മറ്റേ നമുക്ക് ഒരാൾക്ക് ഒരു തെറ്റ് ചെയ്താൽ ശിക്ഷ കിട്ടിക്കഴിഞ്ഞാൽ മറ്റൊരാൾ ചെയ്യുമ്പോൾ അതൊരു പേടി വരണം, എന്നാലല്ലേ ഒരാൾ ആ തെറ്റ് ചെയ്യാതിരിക്കുള്ളൂ. കറക്റ്റാണ്. ഇപ്പം നിയമം മൂലം ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. അത് ഞാൻ പറഞ്ഞ് ഈ ഫേസ് ഇല്ലാതെ ആരും ഇതിൽ വരരുത്. ഇപ്പം നമ്മളിപ്പം ഇവിടെ അനീസ് കിച്ചണിലിരുന്ന ഒരു കാര്യം പറഞ്ഞാൽ ഇത് ഓതന്റിക്കായി, ഇത് നാളെ എയറിലേക്ക് വരുന്നു, സംപ്രേഷണം ചെയ്യുന്നു, ആൾക്കാർ കാണുന്നു. പക്ഷെ നമ്മൾ രണ്ടുപേരും മുഖമുള്ളവരാണ്, നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഓതന്റിക്കാണ്. അതിനി ആർക്കെങ്കിലും ചലഞ്ച് ചെയ്താൽ നമുക്ക് മറുപടി പറയാം. ഇത് നമ്മളെ പറയുന്നവർ പലർക്കും ഫേസ് ഇല്ല, പ്രൊഫൈലില്ല. അവരേതൊക്കെയോ പേരിൽ, കള്ളപ്പേരിൽ ആൾക്കാരെ ചീത്ത വിളിക്കാൻ വേണ്ടി വരുന്നു. അത് പണ്ട് ആരോ എനിക്കൊന്ന് മേത്തിൽ ദേവിക്കയോ മറ്റോ പറഞ്ഞ് ഞാൻ കേട്ടു. പണ്ട് ഈ ബാത്റൂമിലൊക്കെ ആൾക്കാർ ഇങ്ങനെ അഴുക്കൊക്കെ എഴുതി വെക്കുമായിരുന്നു. അതിപ്പോ എഴുതാൻ പറ്റാത്തവര് ഒത്തിരി ചീത്തയും മോശമായിട്ട് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ വന്ന് ചീത്ത പറയാറുണ്ടെന്ന് കേട്ടോ. എനിക്കത് ഭയങ്കര ഇഷ്ടം തോന്നിയൊരു സെന്റൻസാണ്. ഞാനതിങ്ങനെ ഇടയ്ക്ക് ഓർക്കാറുണ്ട്. മേ ബി അവരുടെ വഴിക്ക് വേണേൽ നമുക്ക് വയ്ക്കാം. എല്ലാം മായ്ച്ച് കളയാനോ എല്ലായിടത്തും എഴുതരുന്നോ ഒന്നും പറഞ്ഞ് ഇവരുടെ പുറകെ നടക്കാൻ നമുക്ക് നേരമില്ലല്ലോ. പക്ഷെ ഗുഡ് എക്സ്പീരിയൻസ് ഒത്തിരി ഒരുപാട് കിട്ടാറുണ്ട്. ശരിക്കും ഈ ഒരു പവർ, അധികാരം, MLA മീൻസ് ഒരു അധികാരമുണ്ട് അല്ലേ, ആ ഒരു പവറിനെ കുറിച്ച് വാട്ട് എവർ ദ സ്റ്റാൻഡേർഡ്സ്, നമ്മൾ ഏത് രീതിയിൽ നിൽക്കുകയാണെങ്കിലും പോട്ടെ, ആ ഒരു പവറിനെ ഹൗ യു എക്സ്പ്ലെയിൻ ദാറ്റ്? ഇറ്റ് ക്യാൻ ബി ഇൻ എ ഡബിൾ വേ യൂട്ടിലൈസിങ്, അങ്ങനെ എല്ലാം ഉണ്ട്. ബട്ട് ഇൻ യോർ വേ എങ്ങനെ പറയാതെ? ഞാൻ പറഞ്ഞത് ഏത് പവറും നമുക്ക് ലഭിക്കുന്നത് ജനാധിപത്യ സംവിധാനത്തിൽ ജനങ്ങൾക്ക് വേണ്ടിയാണ്. അപ്പൊ അതിനെ നമ്മൾ ഉപയോഗിക്കേണ്ടതും അവർക്ക് വേണ്ടി തന്നെയാണ്. എൻ്റെ ക്ലിയർ വേർഷനാണ്. അപ്പം ഈ പവർ വന്ന് എനിക്ക് ഈ പവർ ഉണ്ട് എന്ന് പറഞ്ഞ് നമ്മളൊന്നും ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് വേസ്റ്റ്. ആ പവർ എങ്ങനെ യൂസ് ചെയ്യാം, യൂട്ടിലൈസ് ചെയ്യാം എന്നാണ് നമ്മൾ നോക്കണ്ടേ. ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഈ ഒരു എന്താ പറയണ്ടേ പ്രോട്ടോകോൾ, അതൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ഫോർ ദി സൊസൈറ്റിയാണ്. പവർ ഒരു പാഷൻ പോലെ എടുത്ത് അത് മാക്സിമം കൊടുക്കാൻ ശ്രമിച്ചാൽ മതി. പിന്നെ ആരും മുകളിൽ താഴെ അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട പവറല്ല ഇത്. ഇത് പ്യുവർലി ജനാധിപത്യത്തിന്റെ ശക്തിയാണ് ഞങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന പവർ എന്ന് പറഞ്ഞാൽ. ജനങ്ങൾ തരുന്ന പവറാണ്, സ്വന്തമല്ല. ഇപ്പം ഇതേ കാഴ്ചപ്പാട് തന്നെയാണോ എല്ലാ മാമിന് ചുറ്റുമുള്ള ആൾക്കാരും അങ്ങനെ തന്നെ എടുക്കുന്ന ആൾക്കാർ തന്നെയാണ്? റിയാക്ട് ചെയ്യാൻ തോന്നിയിട്ടുണ്ടോ പല? പിന്നെ പലപ്പോഴും കാണാറുണ്ട് പവർ എന്ന് പറഞ്ഞാൽ എന്തോ വലിയ സംഭവമാണ്, അങ്ങനെ കരുതേണ്ടതേ ഇല്ല. അതൊക്കെ നമുക്ക് തരുന്ന അവസരങ്ങളാണ്. ആ പവർ എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്തെങ്കിലും പവർ കാണിക്കാനുള്ള സംഭവമല്ല, ജനങ്ങൾക്ക് വേണ്ടിയാണ്. ഇപ്പം ഞാൻ പലപ്പോഴും ഗവൺമെൻറ് ചെയ്യുന്ന പ്രവർത്തനം ജനങ്ങൾക്ക് വേണ്ടിയാണ് ഇപ്പോൾ ചെയ്യുന്നത്. നമ്മളൊക്കെ എൻ്റെ ഭാഗമാണ്. അപ്പോൾ ഈ ഗവൺമെൻറ് കിട്ടിയ പവർ ഫോർ പീപ്പിൾ ആയിരുന്നു. ദാറ്റ് ഈസ് എ മീനിങ് എന്ന് എനിക്ക് തോന്നാറുണ്ട്. പവറിൻ്റെ മീനിങ് അങ്ങനെ എടുക്കാം. ശരിക്കും മാമിൻ്റെ ബാക്കിലുള്ള ബാക്ക് ബോൺ ആരാണ്? ശരിക്കും ഫാമിലി ഭയങ്കര സപ്പോർട്ടാണ്. ഈവൻ അച്ഛനമ്മ സപ്പോർട്ടായിരുന്നു, ഹസ്ബൻഡ് അദ്ദേഹം സപ്പോർട്ടായിരുന്നു, മകൻ സപ്പോർട്ടാണ്. എല്ലാവരും ആക്ച്വലി എന്നെ ആരും വീട്ടിലാരും ഒരു പരിധി കഴിഞ്ഞ് ഒന്നിനും ഉപദ്രവിക്കത്തില്ല. ഇപ്പം തന്നെ ആണെങ്കിൽ സിസ്റ്റർ ഇലക്ഷൻ സമയത്തൊക്കെ എപ്പോഴും കാണും കൂടെ. അപ്പം അമ്മയ്ക്ക് ഇങ്ങനെ കുറച്ച് ഏജ് ആയതുകൊണ്ട് കൂടെ വരാൻ പറ്റില്ല, അതെല്ലാം പരിഹരിച്ച് കാണും. ഞാൻ ചിലപ്പോൾ ഞാൻ ഇലക്ഷൻ സമയത്തൊക്കെ ടയേർഡായി വന്ന് അറിയില്ല. അപ്പം ചിലപ്പോൾ രാത്രി ഇങ്ങനെ ടാനൊക്കെ ഉണ്ടെങ്കിൽ തൈരൊക്കെ ഇട്ട് തരുന്നതൊക്കെ എനിക്കറിയാം. ഒരു കൂളാക്കാനൊക്കെ ചെയ്യുന്നതൊക്കെ ചിലപ്പം നമ്മൾ അറിയ പോലും ഇല്ല. ആ സമയത്ത് നമ്മൾ ഉറങ്ങുമായിരിക്കും. അത്തരത്തിലുള്ള വലിയ സപ്പോർട്ടാണ്. ഫാമിലി സപ്പോർട്ട് ഒരു സ്ത്രീക്ക് അവരുടെ കരിയർ ഡെവലപ്മെന്റിൽ ഏത് കരിയറിലും ആവശ്യമാണ്. കാരണം നമ്മൾ ഫാമിലിയിൽ ഒരു സപ്പോർട്ട് പോയാൽ നമ്മൾ തളരും. മാം ഇത്രയും നാളത്തെ ഒരു രാഷ്ട്രീയ ലൈഫിൽ മാമിന് എന്തെങ്കിലും ഒരു എന്താ പറയാ ഏറ്റവും കൂടുതൽ പ്രയാസം തോന്നിയത് അല്ലെങ്കിൽ ഏറ്റവും സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു മൊമെന്റ് ഏതാണ് സോ ഫാർ സ്റ്റിൽ നൗ? നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരു ഇലക്ഷൻ വർക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹാർഡ് വർക്കാണ്. ശരി, ഇടതുപക്ഷത്തെ സംബന്ധിച്ച് ഇലക്ഷന് മാത്രമായിട്ടൊരു വർക്കില്ല. ഞാൻ പറഞ്ഞു മിനിമം 12 hours മണ്ഡലത്തിലുള്ള ദിവസങ്ങളിൽ വർക്ക് ചെയ്യുന്നവരാണ് നമ്മൾ. പക്ഷെ ഇത്രയും സ്ട്രഗ്ലിംഗ് പീരീഡ് കഴിഞ്ഞിട്ട് ഇലക്ഷൻ ജയിച്ചു വരുമ്പോൾ ഉണ്ടാകുന്നൊരു സന്തോഷം ഉണ്ടല്ലോ, അതൊരു സുഖമാണ്. നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. പരീക്ഷയ്ക്ക് ജയിച്ചു വരുന്നു. പിന്നെ മറ്റൊന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഒരിക്കലും നടക്കാത്തൊരു പദ്ധതി അതും കൂടെ നടത്തി കൊടുക്കുമ്പോൾ ഒരു സുഖമാണ്. പിന്നെ വല്ലാതെ വിഷമം അനുഭവിച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ ആ കണ്ണുനീര് അങ്ങോട്ടൊന്ന് ഒപ്പിക്കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് അതിൽ കിട്ടിയ ഒത്തിരി അനുഭവങ്ങളുണ്ട്, സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. പിന്നെ എവിടെയെങ്കിലും വെച്ച് ആൾക്കാർ കാണുമ്പോൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കാൻ ഞാനൊരു പദ്ധതി കൊണ്ടുവന്നിട്ട് അതിൽ ഒരുപാട് സ്ത്രീകൾക്ക് അത് സഹായമായിരുന്നു. ഒരു സ്ത്രീ ഒരിക്കൽ കണ്ടപ്പോൾ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, മാഡം ഒന്നില്ലായിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോൾ സൂയിസൈഡ് ചെയ്യുമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ വെച്ചാൽ നമ്മൾ കൊടുത്ത സഹായം രക്ഷിക്കാൻ സാധിച്ചില്ലേ. അങ്ങനെ ഒരു 10-200 ഫാമിലി ആക്കാറുണ്ട്. ആ കുട്ടികളൊക്കെ ഇപ്പം വളർന്നു. കാരണം അന്ന് അവർ കാണുമ്പോൾ അവർക്ക് 2 വയസ്സ് 3 വയസ്സൊക്കെ ആയിരുന്നു. ഇപ്പം ഞാൻ ജില്ലാ പഞ്ചായത്തിൽ നിന്ന് വന്നിട്ട് ഒരു 10-15 വർഷം ആവുന്നല്ലോ, 10 വർഷം.
അപ്പോൾ അന്ന് 3 വയസ്സുകാരി ഇന്ന് 13ആയി, അന്നത്തെ 5 വയസ്സുകാരൻ ഇന്ന് 15ആയി, അന്നത്തെ 10 വയസ്സുകാരൻ ഇന്ന് 20ആയി. അപ്പോൾ എനിക്ക് അവരെയൊക്കെ ഞാൻ കാണാറുണ്ട്. അപ്പോൾ അവരൊക്കെ ഇത് പറയാറുണ്ട്. അതൊക്കെ ഞങ്ങളെ സംബന്ധിച്ച് ഏറ്റവും വലിയ സന്തോഷം. പിന്നെ എവിടെ ചെന്നാലും കെട്ടിപ്പിടിച്ച് സ്നേഹം പങ്കിടുക, ഉമ്മ തരുന്ന ഒരുപാട് അമ്മമാരുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്. ഒന്ന് ഹഗ് ചെയ്തോട്ടെ എന്ന് ചോദിക്കാറുണ്ട്. ചിലടത്ത് വന്ന് എനിക്കൊരു ഓട്ടോഗ്രാഫ് ഒക്കെ തരും. അപ്പോൾ ഞാൻ ഓട്ടോഗ്രാഫ് തരേണ്ട ആളേ അല്ല മക്കളെ. ഒന്നെങ്കിൽ നിങ്ങളുടെ അമ്മയായിട്ട് കണ്ടാൽ മതി, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ ഒരാളായിട്ട് കണ്ടാൽ മതി. അപ്പോൾ അത് ഞാൻ ശരിക്കും എൻജോയ് ചെയ്താൽ എൻ്റെ സോഷ്യൽ വർക്ക് ചെയ്യുന്നത്. അതിൽ ഇറിറ്റേറ്റ് ചെയ്യാൻ ഒരുപാട് പേര് വരാറുണ്ട്, ഒരുപാട്. നെവർ മൈൻഡ്. അയ്യോ, അത് അങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്കിപ്പോൾ നല്ലൊരു വൃക്ഷം, നമ്മളൊക്കെ ഒരു നല്ല വൃക്ഷമായി മാറുക. അതിൻ്റെ ഇലയിൽ കുറേ പുഴുക്കളും വരും അല്ലേ, കുറച്ച് ഇലയൊക്കെ കൊഴിഞ്ഞു പോകായിരിക്കും, പോട്ടെ, പക്ഷേ അതങ്ങനെ നിൽക്കും, പുതിയത് വരും അല്ലേ. ഞാൻ അതിലൊക്കെ വിശ്വസിക്കുന്ന ഒരാളാണ്. നമ്മളെ എല്ലാവരും നല്ലത് പറയണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതം നിരാശയിലായിപ്പോ. ഒരു 10 കുറ്റവും കൂടെ ഒക്കെ കേട്ട് കഴിഞ്ഞാൽ കുറ്റം എനർജി കിട്ടും, ഒന്ന് നന്നായി കളയാൻ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ. അതുകൊണ്ട് ഈ കുറ്റം പറയുന്നവരോട് സ്നേഹമാണ്. കാരണം നമ്മൾ എവിടെങ്കിലും പോരായ്മ ഒരു പരിഹരിച്ച് തന്നോളൂ. എനിക്കും അത് തന്നെയാ പറയാനുള്ള. കുറ്റം പറയുന്നതോട് നമുക്ക് സ്നേഹമേ ഉള്ളൂ, പക്ഷെ അത് നമ്മളെ തളർത്താനാവരുതെന്നേ ഉള്ളൂ. അത് തന്നെ, കറക്റ്റ്. ഈ വൃത്തികെട്ട വേർഡ്സ് ഉപയോഗിക്കരുത്, അതിനാർക്കും റൈറ്റ് ഇല്ല. അശ്ലീല വേർഡ്സ് ദയവ് ചെയ്ത് ഉപയോഗിക്കരുത്. നമ്മളൊക്കെ വെറും സാധാരണ പാവപ്പെട്ട സാധാരണ. മാം പറഞ്ഞതെന്ന് വെച്ചാൽ ചില സിറ്റുവേഷനിൽ നമ്മൾ ഏറ്റവും കൂടുതൽ തളർന്നു പോകുന്ന സമയത്ത് മാം ഏറ്റവും കൂടുതൽ റിലാക്സ് ചെയ്യുന്ന പാട്ട് കേൾക്കുമ്പോഴാന്ന് പറയാം അല്ലേ. അപ്പൊ ഇപ്പൊ ഞങ്ങൾക്ക് ടെൻഷനോ അങ്ങനെ ഒന്നും ഇല്ല, പക്ഷെ എന്നാലും അവനാണോ അല്ല, ടെൻഷനേ വേണ്ട. എന്നാലും ഞാൻ നല്ലതായിട്ട് പാടുമെന്നൊക്കെ ഞങ്ങൾക്ക് അറിയാവേ. ഒരു ചെറിയ പാട്ട് പാടി, ഒരു വരിയൊക്കെ പാടാവേ. ഇത്രയും പാട്ടും കേട്ട് ഒക്കെ ചെയ്യുന്ന ഒരാളല്ലേ. ഒരു പാട്ട് എനിക്കിഷ്ടമുള്ളൊരു പാട്ടാ. എനിക്ക് മാത്രമല്ല, നിങ്ങൾക്കൊക്കെ ഇഷ്ടമുള്ളൊരു പാട്ടായിരിക്കും. മാതളങ്ങൾ തളിർച്ചൂടിയില്ലേ, കതിർപ്പായ് മണികൾ കനവാർന്നതില്ലേ, മതകൂജനമാർന്നിണപ്രാക്കളില്ലേ, കണി കണ്ടുവരാം കുളിർച്ചൂടി വരാം, പവിഴം പോൽ പവിഴാധരം പോൽ പനിനീർ പൊന്മുകുളം പോൽ. ഒത്തിരി പ്രസംഗിക്കുന്നോണ്ടാന്ന് തോന്നുന്നു ഇത്രയും നന്നായിട്ട് പാടുന്ന ഒരാൾ. അപ്പൊ പ്രസംഗിക്കാതിരിക്കുന്ന സമയത്തൊന്ന് പാടിച്ചാലോ? നന്നായിട്ട് പാടുന്നതല്ലേ, അങ്ങനെയൊന്നുമില്ല. എനിക്ക് തോന്നുന്നു മാം ഒരുപാട് ബുക്സ് ഒക്കെ വായിക്കും, ഒക്കെ ചെയ്യുകയൊക്കെ ചെയ്യും. അതാണ് ഈ പ്രസംഗിക്കാനൊക്കെ ഒത്തിരി വാക്കുകൾ മാമിനെ ഹെൽപ്പ് ചെയ്യുന്നത്. മേ ബി ഞാനൊരു ഒബ്സർവേറ്റ് ചെയ്യുന്നതാണ്, എല്ലാം ഒബ്സർവ് ചെയ്യും ഞാൻ. അത് ഗോഡ്സ് ഗ്രേസ് എനിക്ക് കുഞ്ഞുനാളിൽ എന്തോ കിട്ടിയിട്ടുണ്ടാവാം, കിട്ടിയതാവാം. അതായത് മേ ബി ഇൻബോൺ ടാലന്റ് അല്ല, ആർജിച്ചെടുത്തതാവാം. ഇപ്പൊ 10 പേര് ഇരിക്കുവാണെങ്കിൽ അതിൽ ഏറ്റവും വിഷമമുള്ള കുഞ്ഞിനെ എനിക്ക് പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാവാറുണ്ട്. എക്സ്പീരിയൻസ് ആവാം. ഞാൻ അവരെ വിളിക്കാറുണ്ട്, വിളിച്ചിട്ട് കാര്യങ്ങൾ അന്വേഷിക്കാറുണ്ട്. അപ്പൊ ചിലപ്പം ഞാനൊരു പണി ചെയ്യും, ഞാൻ ചോദിക്കും നമുക്കൊരു സെൽഫി എടുത്താലോ എന്ന് ചോദിക്കും. കാരണം എനിക്കല്ലാതെ അവരെ കിട്ടത്തില്ല. അപ്പം അവാർഡൊക്കെ കൊടുക്കാൻ പോകുമ്പോൾ 10-50 കുട്ടികൾ വരും. അതെനിക്കറിയാം, ഒരു 2-3 പേര് ഡൗണാ, പഠിക്കാൻ ഭയങ്കര കഴിവ്. അപ്പം നമുക്കൊരു സെൽഫി എടുക്കാമെന്ന് പറയും. സെൽഫി എടുത്തിട്ട് ഞാൻ പറയും നമ്പർ തരാമോ, ഞാനിത് അയച്ചു തരാമെന്ന് പറയും. കാരണം എനിക്ക് ആ കണക്ഷൻ കിട്ടാൻ വേണ്ടിയാണ്. അങ്ങനെ കുട്ടികളെ കിട്ടാറുണ്ട്. അവർക്ക് കുഞ്ഞു അഡ്വൈസസ് കൊടുക്കാറുണ്ട്, സഹായങ്ങളൊക്കെ എന്നെ കൊണ്ട് എൻ്റെ കൊക്കിൽ ഒതുങ്ങുന്നതൊക്കെ. അത് ഏറ്റവും നല്ല കാര്യം. ഞാൻ വളരെ സ്ട്രേറ്റ് ഫോർവേഡ് പൊളിറ്റീഷ്യനാണ്. എൻ്റെ ലൈഫിൽ അനിയിപ്പോൾ എന്നോട് ചോദിക്കുക എന്താണ് എൻ്റെ ബാലൻസ് ഷീറ്റ് എന്ന് ചോദിച്ചാൽ, വളരെ സ്ട്രേറ്റ് ഫോർവേഡായിട്ട് ഇത്രയും വർഷം ഒരു കറപ്ഷനും ഇല്ലാതെ പൊളിറ്റിക്കൽ ലൈഫിൽ ജനങ്ങളോടൊപ്പം ഞാൻ നിന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ് എക്സ്ട്രാ വരുമാനം, വേറെ ജോലി അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. എനിക്ക് കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് ആരും അറിയാതെ എനിക്ക് ഇങ്ങനത്തെ കുഞ്ഞുങ്ങളെ കിട്ടും. അപ്പോൾ കൊച്ചു എന്നോട് ചോദിക്കും, അവരാരും അറിയാതെ എനിക്ക് മെസ്സേജൊക്കെ ഇടും, പറ്റുമോ എന്ന് ചോദിക്കും. അപ്പം പറ്റുമോ, എൻ്റെ ചിലപ്പോൾ അന്നേരം എൻ്റെ ഗൂഗിൾ പേ ബാലൻസ് അനുസരിച്ച് പറ്റുന്നത് നമ്മൾ സഹായിക്കും. അങ്ങനെ കുറച്ച് മക്കളൊക്കെ ഹൃദയത്തിനകത്ത് നല്ലതല്ലേ മാം, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഗ്യമല്ല. ഞാൻ ചെയ്യുന്ന ടെക്നിക്ക് ഇതാ, സെൽഫി എടുക്കും. അപ്പൊ ഇനി നമ്മളും അത് വേണമെങ്കിൽ ശ്രദ്ധിച്ചോളൂ. ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും കുഞ്ഞുങ്ങൾക്ക് ഫോൺ നമ്പർ, ഇതൊക്കെ നല്ലൊരു കാര്യം. അവരറിയത്തുമില്ല, പക്ഷെ എന്നാൽ നമുക്ക് അവരുടെ കാര്യങ്ങൾ നടത്തി കൊടുക്കാൻ ഒക്കുകയും ചെയ്യും. എനിക്കെന്നെ കാണുമ്പോൾ 10 പേരെ കാണുമ്പോൾ അതിലൊരു കുഞ്ഞ് നിങ്ങൾക്കൊക്കെ മനസ്സിലാകും. നല്ല അമ്മമാർക്കെല്ലാം മനസ്സിലാകും, നല്ല സ്ത്രീക്ക് മനസ്സിലാവും. അപ്പം അതിനും ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഒബ്സർവേഷൻ അത്രയും എക്സ്പീരിയൻസ് ഉണ്ടാകും. പിന്നെ ചിലർ ചോദിക്കുമ്പം വീട്ടിൽ അച്ഛനുണ്ടാവില്ല, അല്ലെങ്കിൽ ചിലർക്ക് അമ്മ വീട്ടു ജോലിക്കൊക്കെ പോകുന്നവരായിരിക്കും, ചിലപ്പോൾ അച്ഛനും അമ്മയ്ക്കും വയ്യാത്തവരിക്കും. അങ്ങനെ കുറേ മക്കളുണ്ട്. എനിക്ക് അവർക്കൊക്കെ എന്നെ ഭയങ്കര ജീവനാണ്. എനിക്ക് എൻ്റെ ബാലൻസ് ഷീറ്റ് അതൊക്കെയാണ്. അത് ആ ഒരു സന്തോഷവും തൃപ്തിയും അല്ലേ, നമ്മുടെ മനസ്സ് നിറയും. അത് മാമിന്റെ ശരിക്കും ഒരു പൊളിറ്റിക്സിലെ ഒരു റോൾ മോഡലാണ്.
എനിക്ക് ഞാൻ കണ്ടിപ്പം നമ്മളെ എങ്ങനെ ആയിരിക്കണം എന്ന് ചോദിച്ചാൽ ഡെഫിനറ്റ്ലി സിഎമ്മിൻ്റെ കാലിബർ ഉണ്ടാവണം. ഭയങ്കര കാലിബറാണ്. ആരെങ്ങനെ തളർത്താൻ നോക്കിയാലും തളരില്ല. ഇതൊക്കെ പോകാൻ പറ എന്ന ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ, എന്തൊക്കെ ആക്രമിച്ചിട്ടുണ്ട്. നമ്മളൊക്കെ ചിലപ്പോൾ സഭയിൽ ഇങ്ങനെ ആദരവോടെ നോക്കിയിരിക്കും. ചെറുപ്പക്കാരേക്കാൾ ആ സഭയിൽ ആൻസർ പറയാനും എല്ലാം ഭയങ്കര കോൺഫിഡന്റ് ആണ് അല്ലേ അദ്ദേഹം? കറക്റ്റ് ആണ്. ആക്ച്വലി ബേസിക്കലി ഞാൻ ഇന്ദിരാഗാന്ധി ഭയങ്കര ഫാനാണ്. കാരണം ഇന്ദിരാഗാന്ധി ഡാൻസ് ചെയ്യുമായിരുന്നു. ഇന്ദിരാഗാന്ധി ശാന്തി നികേതനിൽ പഠിച്ചതാണ്. ടാഗോറിൻ്റെയൊക്കെ ശിഷ്യാണല്ലോ. കൂടാതെ ജവഹർലാൽ നെഹ്റുവിൻ്റെ മകളാണല്ലോ. ആ ടൈമിൽ അവരുടെ ആ ഒരു ചൈൽഡ്ഹുഡൊക്കെ ഭയങ്കര രസമാണ് വായിക്കാനായിട്ട്. ഈവൻ അച്ഛൻ മകൾക്ക് അയച്ച കത്തുകൾ എന്ന പുസ്തകം തന്നെ എല്ലാ കുഞ്ഞുങ്ങളെയും നമ്മൾ വായിപ്പിക്കേണ്ടതാണ്. കാരണം ഇന്നത്തെ കാലത്ത് നമ്മൾ കുട്ടികളോട് പറയും, മോനെ ഡോക്ടർ ആവണേ, മോനെ എഞ്ചിനീയർ ആവണേ, മോനെ നീ പണം ഉണ്ടാക്കണേന്ന് പറയും. പക്ഷേ ജവഹർലാൽ ഇന്ദിരയോട് പറഞ്ഞത് എന്താ, എങ്ങനെയാണ് വർഷങ്ങൾ കൊണ്ട് ഒരു പാറ ഉരുണ്ട് വന്ന് അത് മനോഹരമായ മുത്തും ചിപ്പിയും ഒക്കെ ആയി കടലിൽ നിന്ന് വരുന്നതൊക്കെ പറ്റി അതിനെങ്ങനെ ഷേപ്പ് ചെയ്യപ്പെടുന്നു എന്നൊക്കെ പറഞ്ഞ് ലോക കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്, പ്രകൃതിയുടെ. അപ്പം എനിക്കത് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പം ഞാൻ കുറേ വ്യത്യസ്തമായ രാഷ്ട്രീയം, അത് അടിയന്തരാവസ്ഥ അങ്ങനെയുള്ള കാര്യത്തിലൊക്കെ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയനാണ്. ആസ് എ പൊളിറ്റിക്കൽ സ്റ്റുഡൻറ്റ്, നൗ ഇറ്റ് സെൽഫ് ഐ ആം എ പൊളിറ്റിക്കൽ സ്റ്റുഡൻറ്റ്. അപ്പം അത് ഞാൻ അത്തരം കാര്യങ്ങൾ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. ബട്ട് അവരുടെ ബോൾഡ്നെസ്, അവരുടെ ബ്യൂട്ടി, അവരുടെ ഡ്രസ്സിങ് സെൻസ്, പിന്നെന്താ കാലിബർ, നമുക്കും അതൊക്കെ ആവാൻ നമ്മളൊരു ആഗ്രഹിക്കും അല്ലേ? ഡെഫിനറ്റ്ലി ഭയങ്കര മിടുക്കിയായിരുന്നു. പക്ഷെ ഈ പറഞ്ഞ പോലെ പൊളിറ്റിക്സ് അല്ലേ, അപ്പൊ അതിൻ്റെതായ ലൈനിൽ അവർക്കും പോകേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ ചൈൽഡ്ഹുഡ് വളരെ നല്ല ശാന്തി നികേതനിലൊക്കെ അല്ലേ പഠിച്ചതും. ഡാൻസ് ഒക്കെ ചെയ്യുമായിരുന്നു അവര്. ഡാൻസ് പഠിച്ചതാ. അവരൊരു അസാധ്യ കോംബോ ആയിരുന്നു കേട്ടോ ആള്. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അത് ബിയോണ്ട് പൊളിറ്റിക്സ് ഞാൻ ഇഷ്ടപ്പെട്ട ഒരു സ്ത്രീയാണ്. ബട്ട് ഞാൻ ഇഷ്ടപ്പെടുന്ന പൊളിറ്റിക്കൽ ലീഡർ നോ ഡൗട്ട് നമ്മുടെ സിഎം. ഞാൻ നടക്കാത്തൊരു കാര്യം എനിക്ക് പറ്റുന്നില്ലെന്ന് കണ്ട ഏറ്റവും അവസാനം സിഎമ്മിനെ പോയി കണ്ടു കഴിഞ്ഞാൽ നടത്തും. വിത്തിൻ 2 weeks അതിൽ ഫയൽ ഫോളോ അപ്പ് ഉണ്ടാവും. അതൊക്കെ ഞാൻ വേറെ അങ്ങനെ എനിക്ക് ഒരു എക്സാമ്പിൾ പറയാം. അതേപോലെയാണ് ഇപ്പൊ പറഞ്ഞില്ല, അദ്ദേഹം ചെയ്യുന്ന പോലെ അതൊക്കെ എന്ന് പറയുന്ന പോലെ വഴിയിൽ നമ്മൾ പോവുക. അതെ, എൻ്റെ ഏറ്റവും സോൾമേറ്റ് എൻ്റെ ഫ്രണ്ട് എപ്പോഴും എന്നോട് പറയും, എന്തെങ്കിലും വിഷമമൊക്കെ എന്നോട് ചോദിക്കുമ്പോൾ വൈകുന്നേരം ആകുമ്പോൾ എന്നോട് പറയും, എന്തൊക്കെ വിഷമം ഉണ്ടെങ്കിലും വൈകിട്ട് ഉറങ്ങുമ്പോൾ പറയണം കേട്ടോ, അതൊക്കെ പോയി പണി നോക്ക്, അതൊക്കെ പോവാൻ പറ, ഇങ്ങനെ പറഞ്ഞിട്ട് ഉറങ്ങണേന്ന് പറയും. പീസ്ഫുൾ സ്ലീപ്പ് കിട്ടും. കറക്റ്റ്. നമ്മൾ അതെടുത്ത് തലേ വെക്കേണ്ട കാര്യമില്ലല്ലോ അല്ലേ? ഒന്നും പെർമനന്റ് അല്ലല്ലോ. സത്യം അല്ലേ? ഇല്ല. ഇപ്പൊ ഈ നിമിഷം ഇപ്പൊ കഴിഞ്ഞു, നമുക്ക് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റും? ഇല്ല. ഈ നിമിഷം ഇത് തന്നെയാ. അപ്പൊ എൻജോയ് ചെയ്യാം എപ്പോഴും. എല്ലാവരും സന്തോഷിക്കാം. നമ്മൾ ആരെയും ഉപദ്രവിക്കാതിരിക്കുക. നമ്മളുടെ എൻജോയ്മെന്റ് മറ്റൊരാൾക്ക് വിഷമം ഉണ്ടാക്കരുത്. അതാണ് ഏറ്റവും നല്ലത്. ഒരു പുഴയിൽ ഒരു തവണ മാത്രമേ ഒരാൾക്ക് കാല് നനയ്ക്കാൻ പറ്റുള്ളൂ അല്ലേ? കാരണം ആ കാല് നനച്ച വെള്ളം അടുത്ത നിമിഷം ഒഴുകിപ്പോയി, പിന്നെ വരുന്ന അടുത്ത വെള്ളമാണ്. ഓരോ ന്യൂ എക്സ്പീരിയൻസസ്. ഈച്ച് ആൻഡ് എവറി മൊമെന്റ് ഈസ് വെരി പ്രഷ്യസ്. പ്രത്യേകിച്ച് മനുഷ്യന്റെ ജീവിതത്തില് വെരി പ്രഷ്യസ്. അപ്പം എല്ലാവരും അത്യാവശ്യം എൻജോയ് ചെയ്ത് ജീവിക്കുക. പിന്നെ നമ്മളെ തളർത്താൻ, അപവാദം പറയാൻ, പ്രത്യേകിച്ച് സ്ത്രീയെ തളർത്താൻ, അപവാദം പറയാൻ, ഇല്ലാതാക്കാൻ ഒക്കെ ഉള്ളൊരു ഫോഴ്സ് എവിടെയുണ്ട്. അവിടെ എങ്ങനെയാണ് മാം വിത്ത്സ്റ്റാൻഡ് ചെയ്യുന്നത്? ഡോണ്ട് കെയർ ആറ്റിറ്റ്യൂഡ്. അല്ല, അവര് വന്നിട്ട് നമ്മളെ മാക്സിമം തളർത്തുക എന്ന് പറഞ്ഞാൽ ഒരു നല്ല തളർച്ചയായിരിക്കും. തീരെ ചില്ലറ ഒരു തളർച്ചയും ഒരു രാത്രിയും സ്ഥിരമല്ല, പകലുണ്ടാവും അല്ലേ? ചില സമയം നമുക്ക് തോന്നില്ല ഇതൊക്കെ ഇട്ടെറിഞ്ഞിട്ട് പോവാൻ. ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുണ്ട്. കാരണം നമ്മൾ മനസ്സിൽ ചിന്തിക്കാത്ത കാര്യം, കള്ളമൊക്കെ നമ്മളെ പറ്റി പറഞ്ഞ് പ്രചരിപ്പിച്ചു കളയും, കള്ളം, അസംബന്ധമൊക്കെ. അപ്പൊ നമുക്ക് എത്ര പേരുടെ വായടയ്ക്കാൻ പറ്റും? അപ്പൊ ഞാൻ ലാസ്റ്റ് ഓർക്കും, കുഴപ്പമില്ല. അപ്പൊ ചിലപ്പോ ആ സമയത്ത് പോലും നമ്മുടെ കൂടെ നിൽക്കുന്നവരും നമ്മളെ ബാക്ക് സ്റ്റാബ് ചെയ്തെന്നിരിക്കും. അല്ലേ? ആ സമയത്ത് നമ്മൾ മെന്റലിയും ഫിസിക്കലിയും ഒക്കെ നമ്മൾ അങ്ങ് ഡിപ്രസ്ഡ് ആവും. അപ്പൊ നമുക്ക് ഇനി ആ ഒരു പവർ അതൊന്നും തിരിച്ച് നമുക്ക് ഇല്ലാത്ത പോലെ നമ്മൾ തന്നെ അയ്യേ ഒന്നും അല്ലേ നമ്മൾ എന്നുള്ള ഫീലിംഗ്. ദാറ്റ് മീൻസ് വിൽ ബിക്കം എ ബിഗ് സീറോ. ആ സമയത്ത് 35 ഞാനിത് ചിന്തിച്ചതാ, ഇതെല്ലാം നിർത്തിയാലോ എന്ന്. കാരണം അന്ന് ഞാൻ നിർത്തിയിരുന്നെങ്കിൽ എനിക്ക് എത്രയോ മനുഷ്യരുമായിട്ടുള്ള ബന്ധം, എൻ്റെ ഈ ഉത്തരവാദിത്വം ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. ഞാൻ സ്ത്രീകൾക്ക് വേണ്ടി ഒരു വലിയ പ്രോജക്റ്റ് എടുത്ത് ആലപ്പുഴയിൽ. ഇന്ന് ആലപ്പുഴ മാത്രമേ ഉള്ളൂ. എവിടുന്ന് വരുന്ന സ്ത്രീക്ക് ഒരു 60 സെന്റ് സ്ഥലത്തിൽ അവൾക്കൊരു വീടുണ്ട്, ആർക്കും വന്നിരിക്കാം. അതിനി അവിടെ ഇരുത്തുന്നവരുടെ എങ്ങനെയാണെന്നുള്ളത് അവർ ചിന്തിക്കേണ്ട. ഞാൻ എടുത്തിട്ടുണ്ട് ജെൻഡർ പാർക്ക്. അത് ഞാൻ ഭംഗിയായി ചെയ്തു ആ പദ്ധതി. അതിനുശേഷം ഞാൻ അനുഭവിക്കേണ്ടി വന്നതൊന്നും ചെറുതല്ല. കൊത്തി വലിച്ച് കീറി ഞാനതെല്ലാം അഴിമതി ചെയ്തു. പക്ഷെ എനിക്കറിയാലോ, എനിക്ക് അഴിമതി അറിയാത്തതുകൊണ്ട് ഞാൻ സ്ട്രോങ് ആയിട്ട് നിന്നു. പക്ഷെ അന്ന് ഒരുപാട് വേദന വന്നപ്പോൾ ഞാൻ ഓർത്തു, ഞാൻ എന്തിനാ ഇതൊക്കെ ചെയ്യുന്നത്?
ഇതൊന്നും ആർക്കും വേണമെങ്കിൽ പിന്നെ എന്തിനാന്ന് ചിന്തിച്ച നിമിഷമുണ്ട്. പക്ഷെ നല്ല സുഹൃത്തുക്കൾ എല്ലാവരും പറഞ്ഞു, നീ തന്നെയാണ് ഇത് ചെയ്യേണ്ടത്, നീ തന്നെയാണ് ഇത് തുടർന്നും ചെയ്യേണ്ടത്. ആ ഒറ്റ വാക്കിൽ നമ്മൾ എന്ന് പറയുമല്ലോ, സ്റ്റോപ്പ് നോട്ട് ടിൽ ദ ഗോഡ് ഈസ് റീച്ച്ഡ് എന്ന് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അത് ഉത്തിഷ്ഠത ജാഗ്രത അത് തന്നെയല്ലേ, നമ്മൾ എഴുന്നേറ്റ് എപ്പോഴും കർമ്മനിരതരായിട്ടിരിക്കുക. നമുക്ക് എന്തെല്ലാം ചെയ്യാൻ ഈ ജന്മത്തിൽ പറഞ്ഞു അതെല്ലാം നമ്മൾ ചെയ്യും. ഒക്കെ ചെയ്തിട്ടേ നമ്മൾ പോകത്തുള്ളൂ. ആ സത്യം. മാം ഇനിയിപ്പോൾ ഇലക്ഷൻസ് വരാൻ പോകുന്നു, ഒക്കെ വരുന്നു. അപ്പോൾ MLA മാറി ഒരു മന്ത്രിസ്ഥാനമൊക്കെ ചോദിക്കുവാണെങ്കിൽ മാം ഏതായിരിക്കും ചൂസ് ചെയ്യുക? അക്കോർഡിംഗ് ടു ഇന്നത് തരണമെന്നില്ല, പക്ഷെ എന്നാലും മാമിൻ്റെ ഒരു ഇഷ്ടം. ഇതുവരെ ചിന്തിക്കാത്തൊരു കാര്യം, 10 വർഷമായിട്ട് MLA ആണ് ചിന്തിച്ചിട്ടില്ല. കാരണം കായംകുളത്തുകാരിപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞ് എന്നോട് എപ്പോഴും പറയും അങ്ങനെ ഞങ്ങളുടെ അടുത്തേക്ക് അങ്ങനെ വരണം എന്നൊക്കെ പറയും. ആക്ച്വലി ആ ഒരു ക്വസ്റ്റ്യൻ ഒരിക്കലും ഒരു ആർഗ്യുമെൻറ്റിന് വേണ്ടി പറയല്ല, ഒരിക്കലും എൻ്റെ മനസ്സിൽ പോലും ഇല്ലാത്തൊരു കാര്യമാണ്. അതിന് ചോദിച്ചുകൊണ്ട് മാത്രം ഞാൻ പറയാം, എനിക്ക് ഏറ്റവും ഞാൻ അടുത്ത് നിൽക്കുന്നത് പഞ്ചായത്തുകളുമായിട്ടാണ്. അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ചെയ്യാൻ പറ്റിയിരുന്നതും പഞ്ചായത്ത് സംവിധാനവുമായിട്ട് ബന്ധപ്പെട്ടാണ്. അങ്ങനെയൊക്കെ ഒരു സെലക്ഷൻ എപ്പോഴെങ്കിലും അങ്ങനെ ആർക്കെങ്കിലും തോന്നുവാണെങ്കിൽ ഒരിക്കലും ഞാനത് വേറെ ഒന്നും വെച്ച് പറയില്ല, ആൻസർ ടു ദി ക്വസ്റ്റ്യൻ എന്നുള്ളതുകൊണ്ട് മാത്രമാണ്. ഇനി നാളെ ഇത് പറഞ്ഞിട്ട് ആരും എന്നെ ആക്രമിക്കാൻ വരരുത്. കാരണം അതെനിക്കിഷ്ടം പഞ്ചായത്ത് ആ ഒരു വർക്കുകളൊക്കെയാണ്. ചിലപ്പം അങ്ങനെ കുഞ്ഞുനാൾ മുതലേ ഉണ്ടായിരുന്നാണ് ഈ ഡെഡിക്കേഷൻ, പാഷൻ, സൊസൈറ്റി വർക്ക് ചെയ്യുക. വീട്ടിൽ ഗസ്റ്റ് വരുമ്പോഴേ ഈ ഒരു പാഷൻ അന്ന് കാണിക്കുമായിരുന്നു. ചേച്ചിമാരൊക്കെ കളിയാക്കും. വീട്ടിലൊരു ഗസ്റ്റ് വരുവാണെങ്കിൽ എനിക്ക് ഭയങ്കര പ്രശ്നം, ഗസ്റ്റ് കുടിക്കുന്ന ഗ്ലാസ്സിൽ സ്മെല്ലുണ്ടാവരുത്, അവരിരിക്കുന്ന സ്ഥലത്ത് എല്ലാം നീറ്റായിരിക്കണം, അപ്പം അവരെ ഭയങ്കരമായിട്ട് നോക്കണം. അത് എന്തോ കുഞ്ഞുനാളിൽ വന്നിട്ടുള്ള, മേ ബി എൻ്റെ അച്ഛൻ്റെ അമ്മയോ അമ്മയുടെ അമ്മയോ അവരുടെ ആരെങ്കിലും ഒക്കെ മേ ബി ഈ നേച്ചർ ഉണ്ടായിരുന്നായിരിക്കാം. അപ്പം ആ ഒരു ഡിഫറെന്റ് നേച്ചർ ചെറുതിലേ ഉണ്ടായിരുന്നു. അതുകൊണ്ട് എല്ലാവരും ഭയങ്കര ഇഷ്ടം. അത് അപ്പൊ ഉള്ളിന്റെ ഉള്ളിൽ ഇപ്പൊ എനിക്കൊക്കെ കുക്കിംഗ് ഒത്തിരി ഇഷ്ടമുള്ളത് പോലെ ആയിരിക്കും മാമിന് ഇതിനോടുള്ള ഒരു ഇഷ്ടം, അല്ലേ? അപ്പൊ ഇപ്പൊ എന്റെ ഒരു ഇഷ്ടം, എന്റെ ഒരു പാഷൻ ഞാൻ മാമിന് വിളമ്പട്ടെ. എന്തായാലും ഇലക്ഷൻ നടക്കുകയാണ്, മാം ഭയങ്കര ബിസിയാണ്. ഈ പറഞ്ഞ പോലെ വേഗം സഹിച്ചിരിക്കുവായിരുന്നു. ഈശ്വര, നല്ല മണം ആസ്വദിച്ച് സഹിച്ചിരിക്കാന്ന് വെച്ചാൽ വിശപ്പ് സഹിച്ചിരിക്കാന്നല്ലേ അതേപോലെ. എന്റെ ദൈവം ഇങ്ങനെ പറഞ്ഞാൽ എന്റെ പ്രേക്ഷകർ എന്നെ അടിക്കും. ഇത്രയും നേരം പിന്നെ എന്നാത്തിനാ കൊച്ചെ പിടിച്ചിരുത്തിയെന്നല്ലേ. പക്ഷെ എന്നാലും വിശേഷം ചോദിക്കാതെ ഒന്നും പറയാനും ഒക്കത്തില്ല, കൊടുക്കാനും ഒക്കുകയല്ല. എന്ത് ചെയ്തു വെച്ചേ? ഇതേ ഒരു മാൽവാനി ഫിഷ് കറിയാണ്. അതിന് നമ്മുടെ കുറച്ച് മാറ്റങ്ങൾ വരുത്തി. പക്ഷെ പെക്കാൻ നോക്കുവാണെങ്കിൽ നമ്മുടെ ഒരു മീൻകറിയുടെ ഒരു ടേസ്റ്റാ. പക്ഷെ ഇതിനകത്ത് ഇടുന്ന പെപ്പറിനൊക്കെ ഒരു വ്യത്യാസമുണ്ട്. പക്ഷെ ആ പെപ്പർ അല്ല ഞാൻ ഇട്ടത്. ഇത് മൊത്തം ഒരു കുഴപ്പം പിടിച്ച ഏർപ്പാടാക്കി ഞാൻ വെച്ചതാ. എന്തായാലും ഞാൻ വിളമ്പി തരാം. അന്ന് വന്നപ്പോഴും എന്തോ നല്ല ടേസ്റ്റ് ഉള്ള ഇതെന്തായാലും നോക്കാം നമുക്ക്. അപ്പൊ എപ്പോഴും നമ്മൾ ഭയങ്കര ചൂടോടെ കഴിക്കുമ്പോഴാണല്ലോ അല്ലേ? കറക്റ്റ്, ഭയങ്കര ടേസ്റ്റ്. പക്ഷെ നമുക്ക് വർത്താനവും പറയണ്ടേ? അതാ, അല്ലെങ്കിൽ ഞാൻ അവിടെ നിന്ന് അപ്പം ഉണ്ടാക്കി തന്നേച്ച് നമുക്ക് വർത്താനം പറഞ്ഞോണ്ടിരിക്കുക. അത് ഭയങ്കര അങ്ങനെ ചെയ്യാം അല്ലേ? ഇലക്ഷൻ എല്ലാം കഴിയട്ടെ. ഈ പറഞ്ഞ പോലെ ധൃതി പിടിച്ചാ വന്നേ. അന്നേരം നമുക്കൊന്നിരിക്കണം അല്ലേ? കഴിഞ്ഞിട്ട് നമുക്ക് ഇലക്ഷൻ എല്ലാം കഴിഞ്ഞിട്ട് ആ ഒരു എക്സ്പീരിയൻസ് ചോദിക്കാം. അതൊക്കെ ഒരു വ്യത്യാസമല്ലേ? എന്നെ സംബന്ധിച്ചല്ലേ, നമ്മുടെ ഇപ്പം തെരഞ്ഞെടുപ്പ് എല്ലാവരും പറയും നമ്മള് കായംകുളം കാര്യാണോ എന്നൊക്കെ ചോദിക്കും കേട്ടോ. ഇപ്പൊ ഞാൻ എപ്പോഴും അവരോട് പറയും, നമ്മള് കർമ്മം കൊണ്ടല്ലേ ഒരു നാടിന്റെ ഭാഗമാകുന്നല്ലേ? സത്യം. അപ്പം കായംകുളംകാരിയായി മാറിയ ആളാണ് ഞാൻ ജനുവൻലി. ഇപ്പൊ എനിക്ക് എന്റെ നാടിനേക്കാൾ കൂടുതൽ ബന്ധങ്ങളൊക്കെ ഉണ്ട്. ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് പൂർണ്ണമായും കായംകുളംകാരിയായിട്ട് വാക്കും പറഞ്ഞിട്ടുണ്ട് നമ്മൾ അടുത്ത വർഷം പിന്നെ അതൊരു സീക്രട്ട് ഉണ്ട് കേട്ടോ. ഞാൻ എന്റെ പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കുന്നില്ല എന്ന് വിചാരിക്കരുത്. ഒരു സീക്രട്ട് അല്ലെങ്കിൽ ഒരു സസ്പെൻസ് എന്ന് പറയുന്ന അതിൻ്റെതായ ഒരു ത്രില്ലില്ലേ, അത് അടുത്ത വർഷം അല്ലേ? അടുത്ത വർഷം നടക്കുള്ളൂ അത്. അപ്പം ഞാൻ പറയാം കേട്ടോ. അപ്പൊ നമ്മൾ ഒന്നിച്ച് വരും. അതെ അല്ലേ? അതെ, കറക്റ്റ്. അതെന്നാന്നുള്ളതല്ലേ അത് വഴിയേ പറയാം. എങ്ങനെയുണ്ട് മാൽവാനി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാക്കിയ ഫിഷ് കറി? നല്ലതാണോ? ഓക്കെ, ഇഷ്ടം. എന്നാ മാമിന് ഏറ്റവും ഇഷ്ടം നാടൻ ഫുഡാണോ? എനിക്ക് ഏറ്റവും ഇഷ്ടം പത്തിരി. അതിന്റെ കൂട്ടത്തില് ചിക്കന്റെ ഗ്രേവി. ചിക്കൻ വേണ്ട, ചിക്കന്റെ ഗ്രേവി. ചിക്കൻ അങ്ങനെ വേണമെന്നില്ല. എന്നിട്ട് അതിൽ നിറച്ച് തേങ്ങാപ്പാൽ ഒഴിക്കും. എന്നിട്ട് മിക്സ് ചെയ്തിട്ട് കുഴച്ച്. എന്തായാലും മാം ഇലക്ഷന്റെ ഇടയിലാണെങ്കിലും
ഞങ്ങൾ വിളിച്ചപ്പോൾ ഇടയ്ക്ക് ഓടി വന്നല്ലോ. ഐ എം സോ ഹാപ്പി. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രോത്സാഹനവും സത്യം. താങ്ക് യു. എന്നാന്നറിയോ, ഒരു പ്രോഗ്രാം 17 വർഷം സക്സസ്ഫുള്ളി പോകണമെങ്കിൽ അത് ആൾക്കാർക്ക് ഇഷ്ടമുള്ളതുകൊണ്ട് അത് അവരുടെ ഇഷ്ടവും സ്നേഹവും സപ്പോർട്ടും മാത്രമാണ്. ഇനി അങ്ങനെ തന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നല്ല രസമാണ്. സമയം പോകുന്ന അറിയില്ല. ഒപ്പം ഞാൻ ഉച്ചയ്ക്ക് ഒന്നും കഴിക്കാതെ വന്നതാണ്. ഇലക്ഷന്റെ പുറത്ത് ഓടി ഓടി നടന്ന് ശരീരവും ആരോഗ്യവും നോക്കിക്കോണം. അതൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റും. വെള്ളം കുടിക്കണം, ചൂടാ. അതാ, ഇതെല്ലാം സ്വയം അറിയാം, ചെയ്താൽ മതി ഈ തിരക്കിന്റെ ഇടയിൽ. പക്ഷെ എന്തായാലും ഐ എം സോ ഹാപ്പി മാം വന്നു ഞങ്ങളോടൊപ്പം. കുറച്ച് നേരം ആണെങ്കിലും കുറച്ച് നേരം ഒന്ന് പങ്കുവെച്ചു. എല്ലാ വിശേഷവും അറിഞ്ഞില്ലെങ്കിൽ പോലും തിരക്കുള്ളത് കൊണ്ട് ഞാൻ നേരത്തെ വിടുക. പക്ഷെ ഇതെല്ലാം കഴിഞ്ഞ് നമ്മുടെ സസ്പെൻസ് വേണമല്ലോ, അതുണ്ട് കേട്ടോ. അതില്ലാന്ന് ഞാൻ പറയുന്നില്ല, അത് അവിടെ കാണുമ്പോൾ പറയാം. എനിവേ നല്ല മൊമെന്റ് ആയിരിക്കും വെരി മച്ച്. അതാ, എനിവേ താങ്ക് യു വെരി മച്ച് ആൻഡ് ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. ഭയങ്കര നല്ല കുറച്ച് സമയമായിരുന്നു ആനിയോടൊപ്പം ചെലവഴിക്കാൻ കഴിഞ്ഞ്. ഞങ്ങളെല്ലാം ഭയങ്കര ഫേവറേറ്റ് ആക്ട്രസ് ആയിരുന്നു. ഇപ്പം ഷാജി സാർ ആണെങ്കിലും മകനാണെങ്കിലും ഒക്കെ ആ ഫീൽഡിൽ അവരും ഉണ്ട്. കാരണം അത് അവരുടെ എല്ലാം ബ്ലഡിൽ അരിഞ്ഞു പോയൊരു ഇൻബോൺ ടാലൻറ്റിൻ്റെ ഭാഗമാണ്. അപ്പോൾ അത്തരത്തിലുള്ള മിടുക്കിയ ഒരു ആക്ട്രസ്സായി നമുക്ക് മുന്നിൽ വന്നിട്ടുള്ള ആള് ഇപ്പം മനോഹരമായൊരു ഷോയുമായി വരുമ്പം ഞങ്ങൾക്കൊക്കെ തീർച്ചയായിട്ടും പങ്കെടുക്കുന്നതും ശരിക്കും അഭിമാനമാണ്, സന്തോഷമാണ്. താങ്ക് യു ഫോർ യുവർ ഫുൾ സപ്പോർട്ട് ആൻഡ് ബ്ലെസ്സിങ്സ്. പിന്നെ ഈ പറഞ്ഞ പോലെ സപ്പോർട്ട് ഇല്ലെങ്കിൽ എനിക്കൊന്നുമില്ല കേട്ടോ. ഐ എം എ ബിഗ് സീറോ. ഐ ട്രൂലി ബിലീവ് ഇൻ ദാറ്റ്. എനിവേ, എന്താ പറയുക, മാമിനുള്ള എല്ലാ എൻകറേജ്മെൻറ്റും നമ്മൾ കൊടുക്കുക, പ്രോത്സാഹനം കൊടുക്കുക, ബ്ലെസ്സിങ്സ് കൊടുക്കുക. എന്തൊക്കെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ അതെല്ലാം മാമിന് ഞങ്ങളുടെ സപ്പോർട്ടുണ്ട്, എൻ്റെ പ്രേക്ഷകരുടെ ഉണ്ട്. അതുകൊണ്ട് ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. ഓക്കെ മാം, ഇപ്പോൾ ഭയങ്കര ബിസി അല്ലേ? അപ്പം മാമിൻ്റെ ശരീരത്തിൻ്റെ കാര്യം, വെള്ളം കുടിക്കണം, ഭക്ഷണം കഴിക്കണം, ഇതൊക്കെ പറഞ്ഞല്ലോ. അപ്പം ഞങ്ങളുടെ വക ഒരു പ്രോത്സാഹനത്തിനായിട്ട് ഒരു ചെറിയ സ്നാക്ക് ഞങ്ങൾ തരാം. അപ്പം മാം ഇടയ്ക്കിടയ്ക്ക് ഇതൊക്കെ കഴിച്ചിട്ട് വേണം ഓടി നടന്ന് വർക്ക് ചെയ്യാൻ. ഓക്കെ, ഇതൊരു ചെറിയ ഗിഫ്റ്റ് ഞങ്ങളുടെ വക. ഓക്കെ, താങ്ക് യു. അപ്പൊ പുതിയ വിശേഷങ്ങളും പുതിയ വിഭവങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. Till then, goodbye. Annie's Kitchen. Let's cook with love.